Good morning, dear students. Today we are doing a reading from our language skills. We are attempting a reading today. We are going to study a reading. See, examination is at hand. So after this, I will be posting some of the useful tips in your activities like letter writing, CV writing, resume, anchoring, public speaking, etc. So within 2 or 3 days I am posting such a video on various activities which will fetch you 2 marks for your essay. So today we are concentrating on reading along with the listening, speaking and writing, along with the listening, speaking and writing. Reading is also an essential language skill. LSRW, communication basic rules, like communication basic things. LSRW ആണല്ലോ. അപ്പോൾ LSRW പൂർത്തിയാകണമെങ്കിൽ ലിസണിങ് നമ്മൾ കണ്ടു, സ്പീക്കിംഗ് കണ്ടു, റൈറ്റിംഗ് കണ്ടു, Reading is also an essential language skill. Reading involves perception and thought. Reading combines, reading encompasses perception. Perception means understanding through our senses. ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കൽ, അതിനാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. റീഡിങ്ങിൽ എന്തെല്ലാം ഉണ്ട്? ഇറ്റ് ഇൻവോൾവ്സ് പെർസെപ്ഷൻ ആൻഡ് കോംപ്രിഹെൻഷൻ. കോംപ്രിഹെൻഷൻ മീൻസ് അണ്ടർസ്റ്റാൻഡിങ്. ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെയാണ് റീഡിങ്. നമ്മൾ റീഡിങ്ങിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയം എന്ന് പറയുന്നത് ഏതാണ്? ഐസ് ആണ് ഉപയോഗിക്കുന്നത്. So it is considered to be reading involves perception and thought combining. In the perception and comprehension, they combine word recognition. We have to recognize or identify the words in the text or passage. നമ്മൾ വായിക്കുന്ന പാസേജിൽ അല്ലെങ്കിൽ ടെക്സ്റ്റിലെ വേർഡ് മനസ്സിലാക്കണം, അതിൻ്റെ മീനിങ് മനസ്സിലാക്കണം. കമ്പൈനിങ് വേർഡ് റെക്കഗ്നിഷൻ ആൻഡ് കോംപ്രിഹെൻഷൻ. സോ റീഡിങ് ഇൻവോൾവ്സ് പെർസെപ്ഷൻ ആൻഡ് തോട്ട്. Combining word recognition and comprehension. It is considered to be a highly desirable habit that can help a young person gather knowledge and thereby develop a critical insight. So reading is considered to be a highly desirable habit or skill. അപ്പോൾ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എ ഹൈലി ഡിസൈറബിൾ ഹാബിറ്റ്. ഏറ്റവും അഭിലഷണീയമായ ശീലമാണ്, സ്കില്ലാണ്. ഈ റീഡിംഗ് എന്ന് പറയുന്ന ഹാബിറ്റ് അല്ലെങ്കിൽ സ്കിൽ എന്തിനാണ് സഹായിക്കുന്നത്? ദാറ്റ് ക്യാൻ ഹെൽപ്പ് എ യങ് പേഴ്സൺ. നിങ്ങളെപ്പോലുള്ള യുവാക്കളെ സഹായിക്കുന്നത് എന്തിനാണ്? ടു ഗേദർ നോളജ്, ടു കളക്ട് നോളജ് ആൻഡ് ദെയർബൈ വിജ്ഞാനം ശേഖരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം റീഡിംഗ് ആണ്. ആൻഡ് ദെയർബൈ ഡെവലപ്പ് critical insight. Thereby develop a critical insight. വിമർശനാത്മകമായ ഒരു ഉൾക്കാഴ്ച നമുക്ക് ഏത് കാര്യത്തെക്കുറിച്ചും ഒരു ക്രിട്ടിക്കൽ ഇൻസൈറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും റീഡിങ്ങിലൂടെ നേടിയെടുക്കുന്ന വിജ്ഞാനം ഉപയോഗിച്ച്. There are 4 types of reading. Reading can be classified into 4. Or we can say there are 4 types or 4 kinds of reading. They are skimming, scanning, extensive reading and intensive reading. Which are the 4 types of reading? Skimming, scanning, extensive and intensive reading. So we can take one by one. We can analyze each one of them properly. ഇതിൽ ഓരോന്നിനെ നമുക്ക് വിശകലനം ചെയ്യാം. ബട്ട് ഈ സ്കിമ്മിങ്, ആദ്യത്തെ സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിമ്മിങ്, ഇറ്റ് ഈസ് നോൺ ആസ് ജിസ്റ്റ് റീഡിങ്. ഇതിന് വേറെ പേരുണ്ട്, ജിസ്റ്റ് റീഡിങ്, ജനറൽ റീഡിങ്. ഒരു പൊതുവായ വായന, ആകെ കൂടിയുള്ള മൊത്തത്തിലുള്ളൊരു വായന. ജിസ്റ്റ് റീഡിങ്, ജനറൽ റീഡിങ്.
What is the other name for skimming? It is also known as just reading. It is reading rapidly, speedily, in order to get a general idea of the text. So it is reading, skimming is reading rapidly. What is the purpose? In order to get a general idea of the text or passage. നമ്മൾ വായിക്കുന്ന ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ പാസേജിൻ്റെ ഒരു പൊതുവായ ആശയം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയുള്ള ത്വരിതഗതിയിലുള്ള സ്പീഡ് ആയിട്ടുള്ള റേപ്പിഡ് ആയിട്ടുള്ള വായനയ്ക്കാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റീഡിങ് റാപ്പിഡ്ലി ഇൻ ഓർഡർ ടു ഗെറ്റ് എ ജനറൽ ഐഡിയ ഓർ വ്യൂ ഓഫ് ദി ടെക്സ്റ്റ് ഓർ പാസേജ്. ദാറ്റ് ഈസ് ഇപ്പോൾ ജനറൽ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത് ഈ സ്ട്രക്ചർ ഓഫ് ദി ടെക്സ്റ്റ്. എന്താണ് ഈ ടെക്സ്റ്റിൻ്റെ സ്ട്രക്ചർ, ഘടന എന്താണ്? ആൻഡ് ദി ഇൻറ്റൻഷൻ ഓഫ് ദി ഓതർ. വാട്ട് ഈസ് ദി ഇൻറ്റൻഷൻ ഓഫ് ദി ഓതർ ഹു റോട്ട് ഇറ്റ്? വാട്ട് ഈസ് ദി ഇൻറ്റൻഷൻ ഓഫ് ദി ഓതർ ഹു റോട്ട് ഇറ്റ്? ഈ ടെക്സ്റ്റ് എഴുതിയിരിക്കുന്ന ഓതറിൻ്റെ ഉദ്ദേശ്യം എന്താണ്? ഈ ടെക്സ്റ്റിൻ്റെ സ്ട്രക്ചർ എന്താണ്? അങ്ങനെ ഒരു പൊതുവായ, വളരെ പെട്ടെന്നുള്ള പൊതുവായ ഒരു മനസ്സിലാക്കലാണ് സ്കിമ്മിങ്ങിലൂടെ നമ്മൾ നടത്തുന്നത്. സോ ഇറ്റ് ഈസ് റീഡിങ് റാപ്പിഡ്ലി in order to get a general idea of the text, that is the structure of the text and the intention of the author, within a brief time, within a short span of time, within a short period, we can skim through a passage. വളരെ പെട്ടെന്ന് നമുക്കൊരു പാസേജ് നോക്കൂ ഓടിച്ചു വായിക്കാൻ സാധിക്കും. അങ്ങനെ ഓടിച്ചുള്ള വായനയ്ക്കാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. പത്രങ്ങളൊക്കെ വായിക്കുന്നത് ഓടിച്ചുള്ള വായന. Through skimming can be attained through skimming the overall content, മൊത്തത്തിലുള്ള ഒരു കണ്ടന്റ്, the overall content of the text is comprehended or understood. What is the purpose of skimming? Through skimming the overall content of the text is comprehended or understood. Reading newspapers, ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. Reading newspapers and magazines are examples of skimming. നമ്മൾ പത്രങ്ങൾ വായിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾ വിദ്യാർത്ഥികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വല്ല സ്പോർട്സ് കോളങ്ങൾ മാത്രം വായിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും സൂയിസൈഡ് അറ്റംപ്റ്റോ ഇലോപ്മെൻറ്റോ ഒളിച്ചോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കുന്നു. പെട്ടെന്ന് വായിച്ചു തീർക്കുന്നു. അതൊരു മാഗസീൻസ്, ഇപ്പോൾ വനിതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാഗസീൻസോ സ്റ്റാർ ആൻഡ് സ്റ്റൈലോ ഒക്കെ ഇങ്ങനെ മറിച്ച് നോക്കുന്നു. സ്റ്റാർ ആൻഡ് സ്റ്റൈല്, മമ്മൂട്ടി സ്പെഷ്യലോ ബർത്ത്ഡേ സ്പെഷ്യലാണോ, ഇപ്പോൾ മറിച്ച് ഇങ്ങനെ നോക്കുന്നു. വിവിധ ഫോട്ടോസും അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചുള്ള വിവരണമൊക്കെ മറിച്ച് നോക്കുന്നു. അപ്പോൾ അതിനാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് സ്കിമ്മിങ്. സ്കിമ്മിങ് ഈസ് ഓവർ. ഇതൊക്കെ 2 മാർക്കിനോ 4 മാർക്കിനോ, പ്രത്യേകിച്ച് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ടെക്സ്റ്റ് ഇല്ലാത്തതിലും കുറച്ചുകൂടി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ ഈസ് സ്കാനിങ്. സ്കാനിങ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, പേര് തന്നെ ഉണ്ട് സ്കാനിങ്. സ്കാനിങ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫെമിലിയർ വേർഡ്സ് ടു അസ്. ഇന്ന് നമുക്ക് വളരെ പരിചിതമായൊരു പദമാണ് സ്കാനിങ്. സ്കാൻ ചെയ്യുക, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സ്കാൻ ചെയ്യാനായി ഡോക്ടർമാർ കുറിക്കാറുണ്ട്, നമ്മൾ അനുസരിക്കാറുണ്ട്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് അത് സ്കാനിങ്. ഇറ്റ് ഈസ് നോൺ ആസ് ജനറൽ റീഡിങ്. സ്കാനിങ് ഈസ് നോൺ ആസ് ജനറൽ റീഡിങ്, പൊതുവായൊരു വായന. ഇറ്റ് ഈസ് എ സെർച്ച് ഫോർ locating on a specific piece of information. It is a search for locating a specific piece of information. ഒരു പ്രത്യേക ഇൻഫർമേഷൻ തേടിയുള്ള അന്വേഷണമാണ് അത്. ലൊക്കേറ്റ് ചെയ്യാനുള്ള അന്വേഷണം, ഒരു പ്രത്യേക ഇൻഫർമേഷൻ, ഒരു വാക്കിൻ്റെ മീനിങ്ങോ അല്ലെങ്കിൽ ഒരു വാക്കിനെ സംബന്ധിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയം, അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ളൊരു വിഷയം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം സെർച്ച് ചെയ്യുന്ന വായനയ്ക്കാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് സ്കാനിങ്. ഇറ്റ് ഈസ് എ സെർച്ച് ഫോർ ലൊക്കേറ്റിംഗ് ഓൺ എ സ്പെസിഫിക് പീസ് ഓഫ് ഇൻഫർമേഷൻ. ഇറ്റ് റിക്വയർസ് ക്വിക്ക് ഐ കോണ്ടാക്ട്. കണ്ണിൻ്റെ ദ്രുതചലനം വേണം, ക്വിക്ക് ഐ കോണ്ടാക്ട് വേണം, കണ്ണിന് നല്ല പവർ ആയിരിക്കണം. നമ്മുടെ ഇപ്പോൾ എൻ്റെ പോലെ വ്യൂസായ കണ്ണുകളുണ്ടോന്ന് നോക്കിയാലൊന്നും പെട്ടെന്ന് കാണാൻ സാധിക്കത്തില്ല. നല്ല പവറുള്ള കണ്ണ് വേണം. ഇറ്റ് റിക്വയർസ് ഓർ നീഡ്സ് quick eye contact. The reader focuses on exactly on what he or she wants. The reader focuses exactly on what he or she wants to gather. എന്താണ്
മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന അതിൽ തന്നെ എന്ത് ചെയ്യുന്നു, പേജുകൾ പെട്ടെന്ന് മറിച്ച് താൻ അറിയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക്, ആ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ആ വാക്കിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്ന രീതിയാണ് സ്കാനിങ്ങിനുള്ളത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് സ്കാനിങ്. ഇൻ സ്കാനിങ് ദ റീഡർ സ്കിപ്സ് ദി അതർ ടോപ്പിക്സ്. ആവശ്യമുള്ള ടോപ്പിക്ക് മാത്രമേ ആകത്തില്ല, എല്ലാം കൂടെ മൊത്തത്തിലിരുന്ന് വായിക്കത്തില്ല. ഒരു എൻസൈക്ലോപീഡിയ ആണെങ്കിൽ ആവശ്യമുള്ള ഭാഗം മാത്രം, നമുക്ക് ഏത് പീസ് ഓഫ് ഇൻഫർമേഷൻ ആണോ വേണ്ടത് അത് മാത്രം നമ്മൾ വായിക്കുന്നു. ഇൻ സ്കാനിങ് ദ റീഡർ സ്കിപ്സ് ദി അതർ ടോപ്പിക്സ് ആൻഡ് വേർഡ്സ്. ഇൻ സ്കാനിങ് ദ റീഡർ സ്കിപ്സ് അതർ ടോപ്പിക്സ് ആൻഡ് വേർഡ്സ്. ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ, ഇൻ ഷോർട്ട്, ഇറ്റ് ഇസ് എ റീഡിംഗ് മെത്തേഡ് ടു എക്സ്ട്രാക്ട് എ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ. ഇറ്റ് ഇസ് എ റീഡിംഗ് മെത്തേഡ് ടു എക്സ്ട്രാക്ട് എ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ. ഒരു പ്രത്യേക ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള വായനയാണ്. നമുക്ക് വേണ്ടുന്ന ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം നേടാൻ വേണ്ടിയുള്ള വായനയാണ് സ്കാനിങ്. സ്കാനിങ് സ്കിമ്മിങ്ങിനെ പോലെയല്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം വായിക്കുന്നു. സെർച്ചിങ് വേർഡ്സ് ഇൻ എ ഡിക്ഷണറി ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് സ്കാനിങ്. നമ്മൾ ഡിക്ഷണറിയിൽ ഒരു വാക്ക്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനോ സ്പെല്ലിങ് മനസ്സിലാക്കാനോ അതിൻ്റെ വേരിയസ് ഫോംസ് മനസ്സിലാക്കാനോ നമ്മൾ സെർച്ച് ചെയ്യുന്നത്. It is a good example of scanning. Searching words in a dictionary is a good example of scanning. Now the third one, intensive reading. What is intensive reading? What is meant by it? Intensive reading is a kind of focused reading. It can be described as a focused reading. എന്തിനെങ്കിലും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ ഫോക്കസ് ചെയ്ത് അത് മാത്രം വായിക്കുന്ന രീതിക്കാണ് ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. അത് വായിക്കുക എന്ന് പറയുന്നത് മനസ്സിലാക്കി നമ്മുടെ ബുദ്ധിയിൽ ഉറപ്പിച്ച് നിർത്തി വായിക്കുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇൻറ്റൻസീവ് റീഡിംഗ്. ഡ്യൂറിങ് ദിസ് പ്രോസസ്, ഡ്യൂറിങ് ദി പ്രോസസ് ഓഫ് ഇൻറ്റൻസീവ് റീഡിംഗ് വി അണ്ടർസ്റ്റാൻഡ് ദി മീനിങ് ഓഫ് ദി വേർഡ്സ്. ക്ലോസ് റീഡിംഗ് ആണ്. വി അണ്ടർസ്റ്റാൻഡ് ദി മീനിങ് ഓഫ് വേർഡ്സ്. വാക്കുകളുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. ഐഡൻറ്റിഫൈ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. വാക്യങ്ങളുടെ ഘടന, ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കണം. യു ഷുഡ് ഐഡൻറ്റിഫൈ ഓർ അണ്ടർസ്റ്റാൻഡ് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എക്സെട്ര. യു റീഡ് ദി ടെക്സ്റ്റ് വേർഡ് ബൈ വേർഡ് ഓർ ലൈൻ ബൈ ലൈൻ. How do you read during the intensive reading? During the process of intensive reading, you read the text word by word. ഓരോ പദാനുപദം വായിക്കണം. ഓർ ലൈൻ ബൈ ലൈൻ, അല്ലെങ്കിൽ ഓരോ ലൈനും വ്യക്തമായി ഫോക്കസ് ചെയ്ത് വായിക്കണം. ഫോർ ടോട്ടൽ കോംപ്രിഹെൻഷൻ. സോ ഡ്യൂറിങ് ദി പ്രോസസ് ഓഫ് ഇൻറ്റൻസീവ് റീഡിംഗ് യു ഷുഡ് റീഡ് the text word by word or line by line for total comprehension. Reading textbooks for study purpose and exams is the good example of intensive reading. ഏറ്റവും നല്ല ഉദാഹരണം, പഠനത്തിന് വേണ്ടി നന്നായി പഠിക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്സ് വായിക്കുക, അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ഉഴപ്പി വായിക്കേണ്ടതല്ല, സ്കിം ചെയ്യേണ്ടതല്ല, സ്കാൻ ചെയ്ത് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗം മാത്രം വായിക്കേണ്ടതല്ല. പഠിക്കാനുള്ള വിഷയം, ആ പാഠഭാഗം എന്ന് പറയുന്നത് വി ഷുഡ് മേക്ക് ഇൻറ്റൻസീവ് റീഡിങ്. സോ what is the good example for intensive reading? Reading textbooks for study purpose and exams. Then now the fourth one, that is extensive reading. Extensive reading എന്ന് പറഞ്ഞാൽ വായിച്ചങ്ങ് തള്ളുകയാണ്. വിശാലമായ ബുക്കുകൾ, നോവലുകളും കവിതകളും ഷോർട്ട് സ്റ്റോറീസൊക്കെ വായിച്ച് തള്ളലാണ്. അത് പ്രധാനമായ ഒരു പ്ലഷറിന് വേണ്ടിയിട്ടാണ്, ഫോർ മെൻ്റൽ പ്ലഷർ. അത് അതിൻ്റെ തീമൊന്നും അല്ലാതെ അതിലെല്ലാ കാര്യങ്ങളൊന്നും മനസ്സിൽ തങ്ങിയിരിക്കുന്നില്ല. സോ പലരും ഈ പാഠപുസ്തകങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഇറ്റ്സ് എ റീസൺ വൈ ദേ ഫെയിൽ വെൻ ദേ ഫേസ് ദി എക്സാമിനേഷൻ. സോ എക്സ്റ്റെൻസീവ് റീഡിംഗ്, ഇറ്റ് ഈസ് റീഡിംഗ് ഫോർ പ്ലഷർ. Extensive reading is meant for pleasure, or it is a kind of reading for pleasure. It involves reading large quantities of material. ധാരാളമാണ് വായിച്ചെഴുതുന്നത്. It involves reading large quantities of material. It provides the reader with the confidence and enjoyment. What are the benefits of extensive reading? It provides or gives. Extensive reading gives the reader with confidence and enjoyment or pleasure.
Reading novels, short stories, poems are examples of extensive reading. For extensive reading, we can take the examples of reading novels, short stories and poems. ഇനി ഇത് കൂടാതെ തന്നെ ഈ 4 കൂടാതെ തന്നെ വേറെ ചില റീഡിംഗ് ഉണ്ട്. ക്ലോസ് റീഡിങ്, ഇൻട്രാക്റ്റീവ് റീഡിംഗ് ഒക്കെ ഉണ്ട്. There are also classifications like ക്ലോസ് റീഡിങ്. ക്ലോസ് റീഡിങ് ഒരു തരത്തിൽ ഇൻറ്റൻസീവ് റീഡിങ് പോലെയാണ്. ആൻഡ് ഇൻട്രാക്റ്റീവ് റീഡിങ്, ഉറക്കെയുള്ള വായന. അതിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. ക്ലാസ്സിലുള്ള ഉറക്കെയുള്ള വായനയാണ് ഇൻട്രാക്റ്റീവ് റീഡിംഗ് എന്ന് പറയുന്നത്. സോ ദർ ആർ ഓൾസോ ക്ലാസിഫിക്കേഷൻസ് ലൈക്ക് ക്ലോസ് റീഡിങ്. നമ്മുടെ ലിറ്റററി തിയറിയിൽ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. ആ ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് ക്ലോസ് റീഡിങ്. ക്ലോസ് റീഡിങ്. So there are also classifications like close reading and interactive reading. Close reading is meant for a detailed information where the text is closely scrutinized. നമ്മുടെ ക്ലോസ് റീഡിങ് ഈസ് മെൻറ്റ് ഫോർ. ക്ലോസ് റീഡിങ് എന്തിനാ? ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ എ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. ശരിക്കും മനസ്സിലാക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് പാസേജ് വായിക്കുമ്പോൾ എന്താണ് ഓതർ ഉദ്ദേശിച്ചത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഓതറിൻ്റെ അന്നത്തെ സോഷ്യോ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു വായനയാണ് ക്ലോസ് റീഡിങ്. So close reading is meant for a detailed information where the text is closely scrutinized. Then interactive reading, what is it? Interactive reading is reading aloud by the students in a classroom. Interactive reading is reading aloud by students in a classroom, which invites discussions. After the reading there will be proper discussions by the students. So interactive reading attempts to ഐഡൻറ്റിഫൈ ദി സ്ട്രക്ചർ. ആ പാസേജിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക, തീം എന്താണെന്ന് മനസ്സിലാക്കുക, ചർച്ച ചെയ്യുക. കണ്ടൻറ് ഓഫ് ദി റീഡിങ്, എന്താണ് അതിലെ കണ്ടൻറ് എന്ന് മനസ്സിലാക്കുക. കണ്ടൻറ് ഓഫ് ദി റീഡിങ് മെറ്റീരിയൽ വിൽ ഓൾസോ ഹെൽപ്പ് ഇൻ മേക്കിംഗ് റീഡിങ് മോർ എഫക്റ്റീവ്. റീഡിങ് മോർ എഫക്റ്റീവ്. ദെൻ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് റീഡിങ്. നല്ല വായനയ്ക്കുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? തടസ്സങ്ങൾ പലതുണ്ട്. സൈക്കോളജിക്കലുണ്ട്, മെറ്റീരിയൽ ബാരിയേഴ്സ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ ബാരിയേഴ്സ്. അതുകൂടാതെ തന്നെ ടെക്സ്റ്റിൻ്റെ കുഴപ്പമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ട്. നമ്പർ 1, അത് നമ്മുടെ കുഴപ്പമാണ്. ലാക്ക് ഓഫ് ഗ്രാമാറ്റിക്കൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസ്. ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസ് ഭാഷാ പരിജ്ഞാനം. ഗ്രാമറിൻ്റെ പരിജ്ഞാനം ഇല്ലാതിരിക്കുക. ഗ്രാമറിൻ്റെ പരിജ്ഞാനം ഇല്ലെങ്കിൽ എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പാസീവ് വോയിസിൽ എഴുതിയിരിക്കുന്ന കാര്യം നമ്മൾ ആക്റ്റീവ് വോയിസ് പോലെ മനസ്സിലാക്കിയാൽ ശരിയാവത്തില്ലല്ലോ. അങ്ങനെ പലതും ഗ്രാമറിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഗ്രാമറിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ആദ്യ ഭാഗത്ത്. ദേ ആർ ഹൈലി യൂസ്ഫുൾ. വളരെ പെട്ടെന്ന് തന്നെ അധ്യാപകരുടെ സഹായമില്ലാതെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ 2ാമത്തെ സെമ്മിന് വളരെ ഉപകരിക്കും. യു മസ്റ്റ് നെസർലി വാച്ച് സച്ച് വീഡിയോസ് ഓൺ ഗ്രാമർ. വീഡിയോസിൻ്റെ ആദ്യ ഭാഗത്ത് 40 വീഡിയോസ് ഗ്രാമറിന് മാത്രം നിങ്ങളുടെ പുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രാമാറ്റിക്കൽ നോളജ് വേണം, ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസ് അല്ലെങ്കിൽ നോളജും വേണം. ലാക്ക് ഓഫ് ഗ്രാമാറ്റിക്കൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസ് ഒരു ബാരിയർ. നമ്പർ 2, ഭൗതിക സാഹചര്യത്തിൻ്റെ ബാരിയർ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ബാരിയർ. അതെന്താണ്? വാട്ട് ഈസ് എൻവയോൺമെൻറ്റൽ ബാരിയർ? എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് ലൈക്ക് പൂവർ ലൈറ്റിംഗ്. ശരിക്കും വെളിച്ചം വേണം. വെളിച്ചം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പുറകുവശത്തുനിന്ന് വീഴണം, അല്ലാതെ നമ്മുടെ കണ്ണുകളിലേക്ക് പ്രകാശം വെളിച്ചം അടിച്ചു കഴിഞ്ഞാൽ വി കനോട്ട് റീഡ് പ്രോപ്പർലി. ശരിക്കും വായിക്കാൻ കഴിയില്ല. വെളിച്ചം ശരിയായ ദിശയിൽ നിന്ന് നമുക്ക് ലഭിക്കണം. സോ ദേ ആർ ദി എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ലൈക്ക് പൂവർ ലൈറ്റിംഗ്, സൈസ് ഓഫ് ദി ബുക്കിൻ്റെ സൈസ്. ചിലതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സെൻറ്റൻസ്, അതായത് കാണാൻ പാകത്തിലുള്ള, അതായത് വളരെ സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. പുസ്തകത്തിൻ്റെ സൈസും വളരെ ചെറുതായിരിക്കും.
അത് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല, വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് പെട്ടെന്ന് വായിക്കാൻ സാധിക്കത്തില്ല. ആൻഡ് ഫോണിൻ്റെ സൈസ്, നേരത്തെ പറഞ്ഞ പോലെ അക്ഷരങ്ങളുടെ സൈസ് വളരെ ചെറുതായാൽ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ദീസ് ആർ ദി എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ്. ദെൻ നമ്പർ 3 നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ്. ദേ ആർ ദി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. വായിക്കുന്നുവെങ്കിൽ നമുക്കൊരു കോൺസെൻട്രേഷൻ വേണം. ഇഫ് അവർ കോൺസെൻട്രേഷൻ ഈസ് എൽസ്വെയർ, റീഡിങ് വിൽ നോട്ട് ബിക്കം പ്രോപ്പർ. റീഡിങ് ഒരിക്കലും ശരി നേരെയാവില്ല. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഓർ മോട്ടിവേഷൻ. ഒരു ഫയർ മനസ്സിൽ വേണം, മോട്ടിവേഷൻ ഉണ്ടാകണം, എനിക്ക് നേടണം, വായിക്കണം, മനസ്സിലാക്കണം, ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഐ ഷുഡ് ഗ്യാദർ ഓൾ ദീസ് തിങ്സ് എന്നൊരു മോട്ടിവേഷൻ ഉണ്ടാകണം. സോ ബാരിയർ ഈസ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഓർ മോട്ടിവേഷൻ ടു പെർസ്യൂ ദി ഹാബിറ്റ് ഓഫ് റീഡിങ്. ഇന്ന് വായനാശീലം അന്യം നിന്നിരിക്കുന്നു. ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടുകൂടി വായനാശീലം മാറിയിരിക്കുന്നു. യു ഷുഡ് നെസസറിലി അണ്ടർസ്റ്റാൻഡ് ദി ഫാക്ട് ദാറ്റ് ഓൺലി റീഡിങ് ക്യാൻ മേക്ക് യു. ബേക്കൺ പറയുന്ന പോലെ റീഡിങ് മേക്കത്ത് എ മാൻ. ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് വായനയാണ്. ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന എസ്സേയിസ്റ്റ് അതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോകട്ടെ. സോ lack of concentration and motivation to pursue means follow the habit of reading. വായനാശീലം നിലനിർത്തി കൊണ്ടുപോകാനുള്ള ആ ഒരു മോട്ടിവേഷൻ ഇല്ലായ്മ, അല്ലെങ്കിൽ അതിന് ഒരു ഏകാഗ്രത ഇല്ലായ്മ. നമ്പർ 4 ഡിസ്ട്രാക്ഷൻസ്. വായിക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാൻ പാടില്ല. അച്ഛനും അമ്മയും കൂടെ വഴക്ക്, അല്ലെങ്കിൽ TV വെച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഓരോ യൂട്യൂബിലെ ഓരോ പ്രോഗ്രാമോ ബാക്കിയുള്ള അമ്മയോ അച്ഛനോ ഒക്കെ ഇരുന്ന് കാണുന്നു, അതിൻ്റെ ശബ്ദം, സഹോദരന്മാർ കാണുന്നു, അതിൻ്റെ ശബ്ദം. ദീസ് ആർ ഡിസ്ട്രാക്റ്റിംഗ് തിങ്സ്. അത് ഒഴിവാക്കണം. പ്രത്യേകിച്ചും ഏകാന്തമായ വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷം നമുക്ക് ആവശ്യമാണ് ഫോർ റീഡിങ് പ്രോപ്പർലി. സോ ഡിസ്ട്രാക്ഷൻസ് ലൈക്ക് TV ഓർ ദി സോഷ്യൽ മീഡിയ വിച്ച് ഇസ് എ ചാലഞ്ച് ടു ദി റീഡിങ് ഹാബിറ്റ്. ദീസ് ആർ social media and TV are of course a challenge to the reading habit. ഒരു വെല്ലുവിളിയാണ് റീഡിങ് ഹാബിറ്റ്. ദെൻ ഇതെല്ലാം ബാരിയേഴ്സ് ആണെങ്കിൽ ഇനി റീഡിങ് എഫക്റ്റീവാക്കി മാറ്റാനുള്ള മാർഗങ്ങൾ എന്താണ്? ഇംപ്രൂവിങ് റീഡിങ് എഫക്റ്റീവ്നെസ്. ഹൗ ക്യാൻ വി ഇംപ്രൂവ് എഫക്റ്റീവ് റീഡിങ്? ഹൗ ക്യാൻ വി ഇംപ്രൂവ് റീഡിങ് എഫക്റ്റീവ്ലി? ഇംപ്രൂവിങ് റീഡിങ് എഫക്റ്റീവ്നെസ്. വായനയുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗം എന്താണ്? എഫക്റ്റീവ് റീഡിങ് റിക്വയർസ് ഗ്രേറ്റർ സ്കിൽ. ഫൈൻഡിങ് ആൻ ഇൻഫർമേഷൻ ഫ്രം എ റിട്ടൺ ടെക്സ്റ്റ്. effective reading requires a greater skill in finding information from a written text. ഒരു എഴുതപ്പെട്ട ടെക്സ്റ്റിൽ നിന്നും ഒരു നല്ല ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യാൻ, കണ്ടെത്താൻ ഉള്ള എഫക്റ്റീവ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. അതിന് പല കാര്യങ്ങളും പല ഘടകങ്ങളും വേണം. സോ വിച്ച് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇംപ്രൂവ് ദി എഫക്റ്റീവ്നെസ് ഇൻ റീഡിംഗ് ഓർ റീഡിംഗ് എഫക്റ്റീവ്നെസ്? സോ ഫോർ effectiveness in reading, another point, the reader should be able to deliberate upon means study, deliberate upon the arguments developed in the text. The reader should be able to deliberate upon the arguments developed in the text. ടെക്സ്റ്റിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആർഗ്യുമെൻറ്റ്സ് അത് ശരിക്കും മനസ്സിലാകാൻ സ്റ്റഡി ചെയ്യാനുള്ള കഴിവ് വായനക്കാരുണ്ടായിരിക്കണം. എന്നാലേ വായന സാർത്ഥകമാകത്തുള്ളൂ. There has to be a reading list. And നമ്മൾ വായിക്കാനുള്ള പുസ്തകങ്ങളുടെ ലിസ്റ്റ്, there have to be a reading list. വായിക്കാനുള്ള പുസ്തകങ്ങൾ, ഓരോ ആഴ്ചയിലും വായിക്കേണ്ടുന്ന പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. And the books have to be read critically. എങ്ങനെയെങ്കിലും വായിച്ചാൽ പോരാ, മനസ്സിലാക്കി ഒരു വിമർശനാത്മകമായ രീതിയിൽ നമ്മൾ പുസ്തകങ്ങൾ വായിക്കണം. വി ഷുഡ് റീഡ് ബുക്സ് ഇൻ എ ക്രിട്ടിക്കൽ വേ. ദി ബുക്സ് ഹാവ് ടു ബി റെഡ് ഇൻ എ ക്രിട്ടിക്കൽ വേ ഓർ ക്രിട്ടിക്കലി. വൺ യൂസ്ഫുൾ സ്ട്രാറ്റജി, വൺ യൂസ്ഫുൾ മെത്തേഡ് ഫോർ എഫക്റ്റീവ് റീഡിംഗ് ഈസ്, വൺ യൂസ്ഫുൾ സ്ട്രാറ്റജി ഓർ മെത്തേഡ് ഫോർ എഫക്റ്റീവ് റീഡിംഗ് ഈസ്, എഫക്റ്റീവ് റീഡിങ്ങിനുള്ള ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറയുന്നത്
അതിനെ ഷോർട്ട് ഫോമിൽ നമുക്ക് SQR3 എന്ന് വിളിക്കാം. SQR3. എസ് സ്റ്റാൻഡ്സ് ഫോർ സർവേ. ആദ്യം നമ്മൾ സർവേ ചെയ്യുക. സർവേ ചെയ്തതിനു ശേഷം എന്താണ് ഇതിൻ്റെ കണ്ടന്റ്, എന്താണ് തീം, എന്താണെന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ SQI, സർവേ ക്വസ്റ്റ്യൻ. പിന്നെന്താ, എന്നിട്ട് റീഡ്. അപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് സർവേ ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക, എന്താണ് ഇതിലെ കണ്ടന്റ് എന്ന്, ഓവറോൾ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. റീഡ്. 3 R ഉള്ളത്. റീഡ്, റീകോൾ വായിച്ച കാര്യം റിമെമ്പർ, ആൻഡ് റിവ്യൂ. റിവ്യൂ മീൻസ് മേക്ക് എ സമ്മറി. മേക്ക് എ സമ്മറി ഓഫ് വാട്ട് വി ഹാവ് റെഡ്. നമ്മൾ വായിച്ച കാര്യത്തെക്കുറിച്ചൊരു സമ്മറി നമ്മൾ എഴുതി ഉണ്ടാക്കണം, ഒരു റിവ്യൂ തയ്യാറാക്കണം. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി ടു റീഡ് എഫക്റ്റീവ്ലി. ഫോർ ക്രിയേറ്റിംഗ് എഫക്റ്റീവ്നെസ് ഇൻ റീഡിംഗ് വി ഹാവ് ടു ഒബ്സർവ് this strategy, that is SQR3: survey, question, reading, recall and review. Reading, recall and review. Then there is editing. Editing എന്ന് പറഞ്ഞാൽ, എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കറക്റ്റിംഗ് എ പാസേജ് or correcting a text is called editing. Editing is the process of correcting a text. ഒരു പാസേജ് കറക്റ്റ് ചെയ്യുക, അതാണ് തെറ്റ് വന്നിട്ടുള്ള കാര്യങ്ങൾ. അത് പഞ്ച്വേഷനിലായിരിക്കാം, ഗ്രമാറ്റിക്കലായിരിക്കാം, അപ്പോൾ അങ്ങനെയുള്ള സബ്സ്റ്റാൻഷ്യൽ എഡിറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ബാക്കി ഫോണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ റീഡബിലിറ്റിയിലുള്ള മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുന്ന കോപ്പി എഡിറ്റിംഗും ഒക്കെ ആകാം. എനിഹൗ എഡിറ്റിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് കറക്റ്റിംഗ് എ ടെക്സ്റ്റ്. സ്ട്രക്ചറൽ എഡിറ്റിംഗ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട എഡിറ്റിംഗ്, ഗഹനമായ എഡിറ്റിംഗ് ആണ് സ്ട്രക്ചറൽ എഡിറ്റിംഗ് ഓർ സബ്സ്റ്റാൻഷ്യൽ എഡിറ്റിംഗ്. സ്ട്രക്ചറൽ എഡിറ്റിംഗ്, ഇറ്റ് ഹാസ് another name, സബ്സ്റ്റാൻഷ്യൽ എഡിറ്റിംഗ്, ഈസ് ദി കംപ്ലീറ്റ് റിവിഷൻ ഓഫ് എ ടെക്സ്റ്റ്. ടെക്സ്റ്റ് എന്ന് നമ്മളെന്താ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക, ഒന്ന് മാറ്റിമറിക്കുകയാണ്. എഴുതിയ ടെക്സ്റ്റിനെ നമ്മൾ മാറ്റിമറിക്കുകയാണ്. അതിനാണ് സ്ട്രക്ചറൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ എഡിറ്റിംഗ് ഓർ സബ്സ്റ്റാൻഷ്യൽ എഡിറ്റിംഗ് is the complete revision of a text including content, meaning, unity, ആ വാക്കുകളുടെയൊക്കെ ഐക്യം, കൊഹറൻസ്, പൊരുത്തം, ഗ്രാമർ ആൻഡ് ഫ്ലോ ഓഫ് റൈറ്റിംഗ്, റൈറ്റിങ്ങിൻ്റെ ഫ്ലോ. ഇതെല്ലാം മാറ്റിമറിച്ചുള്ള ഒരു റിവിഷനാണ് സ്ട്രക്ചറൽ എഡിറ്റിംഗ് ഓർ സബ്സ്റ്റാൻഷ്യൽ എഡിറ്റിംഗ്. സ്ട്രക്ചറൽ എഡിറ്റിംഗ് ഓർ സബ്സ്റ്റാൻഷ്യൽ എഡിറ്റിംഗ് is the complete revision of the text including context, meaning, യൂണിറ്റി, കൊഹറൻസ്, പൊരുത്തം, ഗ്രാമർ ആൻഡ് ഫ്ലോ ഓഫ് റൈറ്റിംഗ്. ഇനി ഒന്നുകൂടെ എളുപ്പമുള്ള, അത് ഇത്തിരി പ്രയാസമാണ്, അത് കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ സ്ട്രക്ചറൽ എഡിറ്റിംഗ് നടത്താൻ പറ്റൂ, അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ എഡിറ്റിംഗ് നടത്താൻ പറ്റും. പിന്നെ ഈ പഞ്ച്വേഷൻ മാർക്കും അതൊക്കെ കറക്റ്റ് ചെയ്യുന്നത്, ഗ്രാമറിലുള്ള മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുന്നത്, ചിലപ്പം സിമ്പിൾ പ്രസൻറ്റ് വേണ്ടിയിട്ട് അതൊരു ഗ്രാമറിൽ വെർബിൻ്റെ യൂസേജിൽ തെറ്റ് കാണും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കറക്ഷൻ വരുത്തുന്നത് കോപ്പി എഡിറ്റിംഗ് അതാണ് കൂടുതലും ഉപയോഗത്തിലുള്ളത്. കോപ്പി എഡിറ്റിംഗ് ഈസ് ദി കറക്ഷൻ ഓഫ് എറേഴ്സ് ഇൻ സ്പെല്ലിംഗ്, ഗ്രാമർ, പഞ്ച്വേഷൻ, സെമാൻറ്റിക്സ് മീൻസ് മീനിങ്, ടൈപ്പോഗ്രഫി. What is typography? Typography means style and appearance of a printed matter. Style and appearance of a printed matter is typography in a document. That is copy editing. Copy editing is the correction of errors in spelling തെറ്റുതിരുത്തൽ, ഗ്രാമർ, നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമറിലെ തെറ്റുതിരുത്തൽ, പഞ്ച്വേഷനിലുള്ള തെറ്റുതിരുത്തൽ, പഞ്ച്വേഷൻ വേണ്ടിയെടുത്ത് ഉപയോഗിക്കൽ, സെമാൻറ്റിക്സ്, മീനിങ്സിലുള്ള തെറ്റുമായ വരുത്തുക. നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് ആയിരിക്കില്ല വാക്കിന് അവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്, പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നത്, തിരുത്തുക. ടൈപ്പോഗ്രഫി, ആ ടൈപ്പോഗ്രഫി ഫോൺ സൈസും കളറും ഹൈലൈറ്റിങ്ങും ഒക്കെ തിരുത്തുക. ടൈപ്പോഗ്രഫി ഇൻ എ ഡോക്യുമെൻറ്റ്. റീഡബിലിറ്റി ഓഫ് ദി പാസേജ് വിൽ ഓൾസോ ബി ചെക്ക്ഡ്. ഇനി കോപ്പി എഡിറ്റിങ്ങിൽ വി ഷുഡ് ചെക്ക് ദി റീഡബിലിറ്റി ഓഫ് ദി പാസേജ്. ആ വായിക്കാനുള്ള ആ ഒരു ആകർഷണീയത, അട്രാക്ഷൻ ഫോർ റീഡിങ്, അതാണ് റീഡബിലിറ്റി എന്ന് പറയുന്നത്. റീഡബിലിറ്റി ഓഫ് ദി പാസേജ് വിൽ ഓൾസോ ബി ചെക്ക്ഡ് ഓർ എക്സാമിൻഡ്. കോപ്പി എഡിറ്റിംഗ്, ഒരു എക്സാമ്പിളായിട്ട് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്, ദി ആർട്ട് ഫെസ്റ്റ് വാസ് ഹെൽഡ് ഓൺ 15th of this month at the college
seminar hall, at the college seminar hall, and it was a huge success. ഇതിലൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്? അത് ആശയം വ്യക്തമല്ല. ആർട്ട് ഫെസ്റ്റ് വാസ് ഹെൽഡ് ഓൺ 15th of this month. ആദ്യം കയറി ടൈം പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ വാക്യത്തിൻ്റെ ഘടനയിൽ MPT വരേണ്ടത്. MPT ആഡ്വർബിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ആഡ്വർബ് ഓഫ് മാനർ ആദ്യം പറയണം, പിന്നീട് ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ്, അത് കഴിഞ്ഞിട്ടാണ് ആഡ്വർബ് ഓഫ് ടൈം ഉപയോഗിക്കേണ്ടത്. ഇവിടെ ആഡ്വർബ് ഓഫ് പ്ലേസ്, കോളേജ്, സെമിനാർ ഹാൾ എന്ന് പറയുന്നത് ആഡ്വർബ് ഓഫ് ടൈം കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനല്ല വരേണ്ടത്. പിന്നെ ഇതിലെ ആശയം ഒന്ന് വ്യക്തമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ക്ലാസ്സും ഒരു ഡിപ്പെൻഡൻ്റ് ക്ലാസ്സും ഉപയോഗിച്ചെങ്കിലേ ശരിയാവത്തുള്ളൂ. മെയിൻ ക്ലാസ് ഒരു സബോർഡിനേറ്റ് ക്ലാസ്സും നമ്മൾ ഒരു റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്ത് ഒരു സബോർഡിനേറ്റ് ക്ലാസ് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ ശരിയാകും. ദി ആർട്ട് ഫെസ്റ്റ് വാസ് എ ഹ്യൂജ് സക്സസ്. ആർട്ട് ഫെസ്റ്റ് ഒരു ഹ്യൂജ് സക്സസ് ആയിരുന്നു. അപ്പോൾ അത് മെയിൻ ക്ലോസ്. അതിനിടയിൽ നമ്മളൊരു റിലേറ്റീവ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസുകളെ കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മൾ നേരത്തെ വളരെ നേരത്തെ ചെയ്തിട്ടുണ്ട്. യു ഷുഡ് വാച്ച്. ഗ്രാമറിൽ വളരെ ഫലപ്രദമാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഗ്രാമർ പുസ്തകത്തിൻ്റെ വീഡിയോസാണ് ചെയ്തിട്ടിരിക്കുന്നത്. റിമെമ്പർ ദാറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദി ആർട്ട് ഫസ്റ്റ് അതങ്ങ് നിലനിൽക്കട്ടെ. പിന്നെ റിലേറ്റീവ് പ്രൊനൗൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മളൊരു സബോർഡിനേറ്റ് ക്ലാസ് ഉണ്ടാക്കുന്നു, ഒരു റിലേറ്റീവ് ക്ലാസ് ഉണ്ടാക്കുന്നു. വിച്ച് വാസ് ഹെൽഡ്. ഇനി നമ്മൾ MPT ആഡ്വർബ് ഓഫ് ടൈം, ആഡ്വർബ് ഓഫ് മാനർ, ആഡ്വർബ് ഓഫ് പ്ലേസ്, ടൈം അത് ഒബ്സർവ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നടന്ന സ്ഥലം പറയണം. വിച്ച് വാസ് ഹെൽഡ് അറ്റ് ദി കോളേജ് സെമിനാർ ഹാൾ. ഇനി ടൈം പറയുക. ഓൺ ദി 15th of this month. ഇനി മെയിൻ ക്ലാസ്സിൻ്റെ ബാക്കി, ഇൻഡിപെൻഡൻ്റ് ക്ലാസിൻ്റെ ബാക്കി വാസ് എ ഹ്യൂജ് സക്സസ് എന്ന് പറയുമ്പോൾ കോപ്പി എഡിറ്റിംഗ് ആയി. ഗ്രാമറിലുള്ള മിസ്റ്റേക്ക് മാറ്റി, അതിൻ്റെ രീതിയിലുള്ള മിസ്റ്റേക്ക് മാറ്റി, പിന്നെ അത് ശരിയാക്കി എടുത്തല്ലോ. ഇനി ഇതിലും ഒന്നുകൂടി എളുപ്പമുള്ളതുകൊണ്ട് പ്രൂഫ് റീഡിങ്, ഫൈനൽ പ്രിൻ്റ് ആകുന്നതിന് മുമ്പ് ഒരു പ്രൂഫ് എടുത്ത് വായിച്ച് നോക്കിയിട്ട് ഗ്രാമറിലോ സ്പെല്ലിങ്ങിലോ ഇതുപോലെ സ്പെല്ലിങ്ങിലോ പഞ്ച്വേഷനിലോ ടൈപ്പോഗ്രഫിയിലോ ഒക്കെ ഉള്ള എറേഴ്സ് കറക്റ്റ് ചെയ്യുന്നതാണ് പ്രൂഫ് റീഡിങ്. അതൊരു സിംപ്ലർ ഫോം ഓഫ് എഡിറ്റിംഗ് ആണ് പ്രൂഫ് റീഡിങ്. What is proofreading? What is meant by it? Proofreading is a simpler form of editing. Proofreading is a simpler form of editing where minor errors in the use of language are corrected. Minor errors, major mistakes അല്ല, അത് സബ്സ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഡിറ്റിങ്ങിൽ വരും. ഇത് പ്രൂഫ് എഡിറ്റിംഗ് or proofreading. See, it is a simpler form of editing where minor errors, minor mistakes in the use of language are corrected. It could be minor errors എന്ന് പറയുമ്പോൾ it could be punctuation, spelling or word usage. അങ്ങനെ എന്തെങ്കിലും ആകാം. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ദി ആർട്ട് ഫെസ്റ്റ് വാസ് ഹെൽഡ് ഓൺ 15th of this month at the college seminar hall and it was a huge success. അതിൽ പ്രൂഫ് റീഡിങ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രൂഫ് എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഡിപ്പെൻഡൻ്റ് ക്ലാസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലാസ് ഒന്നും റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചുണ്ടാക്കാൻ പോകണ്ട. പിന്നെ ആകെ ചെയ്യേണ്ടുന്ന കാര്യം MPT ആഡ്വർബ്സിനെ ശരിയായ സ്ഥാനത്തൊന്ന് മാറ്റിയാൽ മാത്രം മതി. അപ്പോഴെങ്ങനെ വരും? I will be the proofreading. The art fest was held. പ്ലേസ് പറയണ്ടേ, ആഡ്വർബ് ഓഫ് പ്ലേസ്, അറ്റ് ദി കോളേജ് സെമിനാർ ഹാൾ. ഇനി അതിൻ്റെ ഡേറ്റ്, ടൈം ഓൺ ദി 15th of this month ആൻഡ് ഇറ്റ് വാസ് എ ഹ്യൂജ് സക്സസ്. ആകെ ചെയ്ത കാര്യം ആ MPT എന്ന് പറയുന്ന ആ ഫോമായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനി ഇതിലുള്ളത്, നമ്മുടെ പ്രിൻ്റിലുള്ളത് ഫോമാറ്റിംഗ്. What is formatting? Formatting is making change to the typographical elements. ടൈപ്പോഗ്രഫിക്കൽ എലിമെൻസിലുള്ള മാറ്റത്തിനാണ് ഫോമാറ്റിംഗ് എന്ന് പറയുന്നത്. What is formatting? Formatting is the changes to the typographical elements like font, letter font, style, color, size of the letters, size of the word, highlighting devices, highlight ചെയ്യുന്ന എവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്യണമെന്നുള്ളത്. So these are the typographical elements.
And the usage of typographical elements is called formatting. Formatting is making changes to typographical elements like font, style, color, size, highlighting, devices, etc. So this is about reading. So now in the next class we are going to meet with some samples, some activities, very important ones. Okay.